ചേട്ടന്റെ കയ്യിലിരിക്കുന്നതേ ഒരു വെന്റോന്റെ ഇന്റർകൂളറാണ്. അപ്പൊ നമ്മുടെ കസ്റ്റമർ വന്നപ്പോൾ കംപ്ലൈന്റ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഭയങ്കര പെർഫോമൻസ് കുറഞ്ഞു, അതായത് നേരത്തെക്കാളും പെർഫോമൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചാൽ എന്താണ് വാണിംഗ് ലാംസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? വാണിംഗ് ഒന്നും കാണിക്കുന്നില്ല, ഭയങ്കര ലോ പുള്ളിങ് ആണ് വണ്ടിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഫോൾട്ട് കോഡ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, കസ്റ്റമർ പറഞ്ഞത് ശരിയാണ്, വണ്ടിക്ക് പെർഫോമൻസ് നല്ല കുറവുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വണ്ടിക്ക് കംപ്ലൈൻറ്റ്സ് കാണുന്നത് കണ്ടില്ല, ഫോൾട്ട് കോഡ്സ് ഒന്നും കണ്ടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും വണ്ടിയുടെ ബമ്പറിൻ്റെ അടിഭാഗത്തോടെ ഡാമേജ് നമ്മൾ കണ്ടു. അപ്പോൾ അത് പ്രോപ്പറായി ചെക്ക് ചെയ്തപ്പോൾ ഇന്റർകൂളറിന് ബമ്പറിന് ഡാമേജ് പറ്റിയിരിക്കുന്നത് പോലെ തന്നെ ഈ ഇന്റർകൂളറിന് ഡാമേജ് പറ്റിയിട്ടുണ്ട്. ഈ ബെൻഡ് കണ്ടോ, ഇങ്ങനെ ഈ ഡാമേജ് ഇങ്ങനെ ബെൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്റർകൂളർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻടേക്ക് എയറിന് വെച്ചാൽ എഞ്ചിനകത്ത് കൊടുക്കുന്ന ഇൻടേക്ക് എയറിനെ തണുപ്പിക്കാനാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്റർകൂളർ യൂസ് ചെയ്യുന്ന വണ്ടിയിൽ. അപ്പോൾ ഈ ഇൻടേക്ക് എയറിനെ തണുപ്പിക്കുന്നതിൻ്റെ അളവ് ഒരു പരിധി വരെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇൻടേക്ക് കൊടുക്കുന്ന എയറിൽ ഓക്സിജൻ കണ്ടന്റ് കുറയും. ഈ ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എഞ്ചിനകത്തോട്ട് നടക്കുന്ന സ്ഫോടനങ്ങൾ നടക്കാതിരിക്കും, അതുപോലെ തന്നെ പെർഫോമൻസ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. നമ്മൾ ഈ ഇന്റർകൂളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലയിൻസ് ഒക്കെ മാറി വണ്ടിയുടെ പഴയൊരു പെർഫോമൻസ് എന്ന് വെച്ചാൽ 1.6ൻ്റെ പഴയൊരു പെർഫോമൻസ് നമുക്ക് തിരിച്ചു കിട്ടി. അപ്പൊ നമ്മൾ ഇന്റർകൂളർ ചേഞ്ച് ചെയ്ത് വണ്ടി നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തുവിട്ട് 2 ദിവസം കഴിയുമ്പോൾ പുള്ളി നമ്മളോട്ട് വന്നിട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ആ പോയൊരു പെർഫോമൻസ് പുള്ളിക്ക് തിരിച്ചു വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളി വന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി, കാരണം പഴയ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസ് തന്നെ വണ്ടിക്ക് കിട്ടി. ഒരിടയ്ക്ക് പകുതിക്ക് വെച്ച് ആ ഒരു പെർഫോമൻസ് പോയായിരുന്നു, പിന്നെയും തിരിച്ചു വന്നാണ് പുള്ളി നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മുടെ റോഡുകളാണ്, കുഴികളും കുണ്ടുകളൊക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഡാമേജസ് ഇനിയും സംഭവിക്കാം.